നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അസിത സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. വിവാദങ്ങൾക്ക് പിന്നാലെ CBSE ചെയർമാനെയും സെക്രട്ടറിയെയും സ്ഥലം മാറ്റി. പോർട്ടലിലെ തകരാർ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെയും ചുമതലപ്പെടുത്തും. വിനിത VG ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. വിനിത, വീണ്ടും അപേക്ഷിക്കാനുള്ള സമയം ആരംഭിച്ചെങ്കിലും പക്ഷേ വീണ്ടും പരാതികൾ ഉയർന്നു. CBSEയുടെ വിശദീകരണം വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ചില നടപടികൾ കൂടി വരുന്നുണ്ടല്ലേ? അസിത, CBSEയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നടപടികൾ വന്നിരിക്കുന്നത്. CBSE ചെയർമാനെയും സെക്രട്ടറിയെയുമാണ് ഈ ഘട്ടത്തിൽ സ്ഥലം മാറ്റിയിരിക്കുന്നത്. CBSEയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിലേക്കൊരു നീക്കം നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോർട്ടലിലെ തകരാർ അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. CBSE പോർട്ടലിന് നേരെയുണ്ടായ ആക്രമണം കേന്ദ്ര സർക്കാരിന്റെ സൈബർ സുരക്ഷാ വിദഗ്ധർ അവർ വളരെ കൃത്യമായി തന്നെ ഇത് നിരീക്ഷിച്ചു വരുന്നുവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെയാണ് ഇത്തരത്തിലേക്കൊരു സൈബർ അറ്റാക്ക് നടക്കുന്നതായി CBSE തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരേ സമയം ഈ പോർട്ടലിലെ സേവനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലേക്കുള്ള ഒരു സൈബർ അറ്റാക്ക് നടന്നതെന്നും എന്നാൽ ഇതിനെ പ്രതിരോധിച്ചെന്നുമാണ് CBSE തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അനധികൃതമായിട്ടുള്ള ചില ഈ ഫയലുകൾ ആക്സസ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് നടന്നതെന്നും CBSE തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ CBSE ചെയർമാനെയും സെക്രട്ടറിയും സ്ഥലം മാറ്റിയെന്ന വിവരം കൂടി ലഭ്യമായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകളും വിശദീകരണവും ഒക്കെ ഈ ചെയർമാനിൽ നിന്നൊക്കെ തന്നെ പാർലമെന്ററി സമിതിയൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ കടുത്ത നടപടിയിലേക്കടക്കം എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി അവർക്ക് വലിയ ആശങ്കയും വിദ്യാർത്ഥികൾക്കും ഒപ്പം രക്ഷകർത്താക്കളെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നടപടിയൊക്കെയാണ് ഈ അടുത്ത കാലത്ത് CBSEയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് ഇവർക്ക് ഈ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊപ്പം തന്നെ ഈ മാർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം CBSEയുടെ ഒരു വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് CBSEയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് തന്നെ ആ നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. CBSE ചെയർമാനെയും സെക്രട്ടറിയുമാണ് ഈ ഘട്ടത്തിൽ സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഒപ്പം തന്നെ പോർട്ടലിലെ തകരാറുകൾ സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനിത VG. പെട്രോൾ ഡീസൽ വില വർധനയുടെ ആഘാതം കുറയ്ക്കാൻ ഇടപെടുമെന്ന മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ ഇടതു സർക്കാർ ഏർപ്പെടുത്തിയ ഇന്ധന സർചാർജ് കുറയ്ക്കില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ശക്തമായി എതിർത്തിരുന്ന അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെക്കുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. വിലക്കയറ്റ വിഷയത്തിലെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 16ാം കേരള നിയമസഭയിൽ ആദ്യമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുവാനുള്ള ഉപക്ഷേപം നൽകിയത് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഇന്ധനവില വർധന വിലക്കയറ്റം രൂക്ഷമാക്കിയെന്നത് ഭാഗികമായി ശരിയാണെന്ന് അംഗീകരിച്ചു മുഖ്യമന്ത്രി. ഇന്ധന പാചകവാതക വില നിരന്തരം വർദ്ധിക്കുകയാണെന്നും അനിശ്ചിതത്വം അവസാനിച്ചാലേ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്ന് പറയാൻ സാധിക്കൂ എന്നും മുഖ്യമന്ത്രി VD സതീശൻ. എത്ര ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടും, എന്താണ് ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട്, ഇക്കണോമിക് ഇമ്പാക്ട് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. വിലവർധന അവസാനിച്ചു കഴിഞ്ഞ് ചർച്ച ചെയ്യാമെന്നത് നടക്കാത്ത കാര്യമെന്ന് KN ബാലഗോപാൽ. സംസ്ഥാനം നികുതി കുറയ്ക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ട മുൻ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്തെന്ന് ചോദ്യം. പെട്രോളിന്റെ വില വർദ്ധിച്ചപ്പോൾ അതിന്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിന്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞത് സമരം ചെയ്താൽ മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? നികുതി ഒഴിവാക്കിയാൽ നിങ്ങൾ വരുത്തിവെച്ച കടം തീർക്കണ്ടേ എന്ന മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. വിസ്മയകരമായ ധവളപത്രം സഭയിൽ വയ്ക്കുമെന്ന് മുഖ്യമന്ത്രി. വില വർധനവ് തടയാൻ, ഈ നാണ്യപ്പെരുപ്പം കുറച്ച് വില വർധനവ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പറിൽ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. കേന്ദ്ര സർക്കാരിനെ ഒരു വാക്കുകൊണ്ടുപോലും വിമർശിക്കാൻ തയ്യാറാകാത്തവർ ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു, അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം.
ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. വിലക്കയറ്റത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ CPIM സമരത്തിലേക്ക്. വ്യാഴാഴ്ച ജില്ലാ ഏരിയ തലങ്ങളിൽ സമരം നടത്തും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ കേന്ദ്രം ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം 4 തവണ വിലവർദ്ധനവുണ്ടായിട്ടും മൗനം പാലിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്ധനത്തിന് വലിയ തോതിലുള്ള വിലവർദ്ധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടൊരു അക്ഷരം പറയാൻ ഈ പുതിയ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതും കൂട്ടി വായിക്കേണ്ടതാണ്. അദ്ദേഹം ഭരണത്തിലെത്തി 2 ആഴ്ച ആകുകയാണ്. 4 തവണ കേന്ദ്രം ഈ സന്ദർഭത്തിൽ വില വർദ്ധിപ്പിച്ചു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിനെതിരെ ബന്ധു നിയമന ആരോപണം. സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതാണ് വിവാദമായത്. എന്നാൽ DCC ജനറൽ സെക്രട്ടറിയായ ബെന്നി തോമസിന്റെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുത്താണ് നിയമനമെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വാദം. നിയമനം സ്വജനപക്ഷപാതമെന്ന് CPIM കുറ്റപ്പെടുത്തി. ഇടത് സർക്കാരിന്റെ കാലത്ത് PK ശ്രീമതിയും EP ജയരാജനും KT ജലീലും നടത്തിയ ബന്ധു നിയമനം UDF നേതൃത്വം ശക്തമായി വിമർശിച്ചതാണ്. ഇതിന് സമാനമാണ് വൈദ്യുതി മന്ത്രിയുടെ സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിയത് എന്നാണ് വിമർശനം. ഇന്നലെ വൈകിട്ടാണ് സ്റ്റാഫ് അംഗങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. കണ്ണൂർ ഉളിക്കൽ സ്വദേശിയും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. KPCC പ്രസിഡന്റായപ്പോൾ സണ്ണി ജോസഫിന്റെ സഹായിയായി കൂടെ പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സുദീപ് ജെയിംസ് ഉൾപ്പെടെ 13 പേരെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ച് ഉത്തരവിറക്കിയത്. ബെന്നി നിലവിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ നിയമനം സ്വജനപക്ഷപാതമെന്ന് CPIM കുറ്റപ്പെടുത്തി. VD സതീശൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും KPCCയും പറയട്ടെ, KPCC പ്രസിഡന്റ് കൂടിയായിട്ട് തുടരുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ സ്വജനപക്ഷപാതപരമായ ഇത്തരത്തിലുള്ള നിയമനം ശരിയോ തെറ്റോ എന്ന കാര്യം അവരുടെ ഭാഗത്തു തന്നെ വ്യക്തത വരുത്തട്ടെ എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. സണ്ണി ജോസഫും ബെന്നിയും ബന്ധുക്കളാകുന്നതിന് മുൻപേ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. ബെന്നി ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഉളിക്കൽ സഹകരണ ബാങ്ക് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പേരാവൂരിലെ കോൺഗ്രസ് പരിപാടികളുടെ മുഖ്യ സംഘാടകനായും ബെന്നി പ്രവർത്തിച്ചിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യം തള്ളി CPIM. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIM കൈവശം വയ്ക്കുന്നതാണ് കീഴ്വഴക്കമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ പിടിയിലായിരുന്നുവെന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം MV ഗോവിന്ദൻ തള്ളി. പ്രതിപക്ഷ ഉപനേതാവ് പദവി ലഭിക്കാതെ സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നറിയിച്ച് CPI സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. CPIM നിലപാട് വ്യക്തമാക്കുന്നത്. CPIയുടെ ആവശ്യം അംഗീകരിക്കില്ലെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നതാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. ആ പോസ്റ്റ് വന്നത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് CPIM ആണ് പ്രതിപക്ഷ നേതാവും ഉപനേതാവും എന്ന രീതിയിൽ. മുമ്പ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് നേരത്തെ പറഞ്ഞ കീഴ്വഴക്കമാണ്. ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോവുക തന്നെയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ പിടിയിലായിരുന്നുവെന്ന യോഗനാഥം വാരികയിലെ വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണത്തെ CPIM തള്ളിക്കളഞ്ഞു. ഈ ആരോപണങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന ആരോപണങ്ങളൊന്നും ഇങ്ങനെ ഓരോരാളും അവരവരുടെ വാദമുഖങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഭാര്യ സഹോദരനെ നിയമിച്ചത് സ്വജനപക്ഷപാതമാണെന്നും CPIM വിമർശിച്ചു. ശരിയില്ലാത്ത നടപടിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും KPCCയും പറയട്ടെ, KPCC പ്രസിഡന്റ് കൂടിയായിട്ട് തുടരുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ സ്വജനപക്ഷപാതപരമായ ഇത്തരത്തിലുള്ള നിയമനം ശരിയോ തെറ്റോ എന്ന കാര്യം അവരുടെ ഭാഗത്തു തന്നെ വ്യക്തത വരുത്തട്ടെ എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. 24 തിരുവനന്തപുരം. എറണാകുളം കലൂരിൽ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയ സംഭവത്തിൽ 3 പ്രതികൾ പിടിയിൽ. പാലക്കാട് സ്വദേശികളായ ആൽവിൻ, അരുൺ, സാബിത്ത് എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതി അക്ബർ അലി ഉൾപ്പെടെ 7 പ്രതികളെയാണ് ഇനി പിടികൂടാനുള്ളത്. 1-ാം പ്രതി അക്ബറിന്റെ ബിസിനസ് ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്നും കൊച്ചി DCP ഷഹൻ ഷാ പറഞ്ഞു.
കലൂർ ചക്കാലപ്പാടം റോഡിൽ ഇന്ന് പുലർച്ചെയാണ് പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് നടന്നു പോവുകയായിരുന്ന 2 പെൺകുട്ടികളെ 10 പേരടങ്ങുന്ന സംഘം ആക്രമിച്ചത്. പെൺകുട്ടികളിൽ ഒരാളെ ചവിട്ടി വീഴ്ത്തുകയും നെഞ്ചിലും കഴുത്തിലും വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു. ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത്. ഒരു സുഹൃത്തിന്റെ മുടി പിടിച്ചിട്ട് റോഡിലേക്ക് അടിക്കുകയാണ്. പിന്നെ ഡ്രസ്സ് വലിച്ചു കയറാൻ ശ്രമിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കഴുത്തിന് താഴെയായിട്ട്, ഇവിടെ ചെസ്റ്റിന് മേലെയായിട്ട് ഇവിടെ ആക്രമിച്ചതിന്റെ നഖത്തിന്റെ പാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതികൾ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 പേർ പിടിയിലായത്. ആൽബിൻ, അരുൺ, സാബിത്ത് എന്നിവരെ സംഭവസ്ഥലത്തിന് സമീപത്തു നിന്നാണ് പിടികൂടിയത്. യുവതികളെ ആക്രമിച്ച മുഖ്യപ്രതി അക്ബർ അലിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അക്ബർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ള വ്യക്തിയാണെന്നും ബിസിനസ് ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും കൊച്ചി DCP ഷഹൻഷാ പറഞ്ഞു. ഒന്നാം പ്രതിയായിട്ടുള്ള അക്ബർ അലി എന്ന ആളുടെ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിന് തുടർ നടപടികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതും കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ആശുപത്രിയിൽ മൊഴിയെടുക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ പെരുമാറ്റം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും പരാതിയുണ്ട്. മോശം പെരുമാറ്റം ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും DCP വ്യക്തമാക്കി. 24 കൊച്ചി. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ മുഖ്യമന്ത്രി VD സതീശന്റെ വാദം തള്ളി കുടുംബങ്ങൾ. പുനരധിവാസത്തിന് സമ്മതിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അടിസ്ഥാനരഹിതമെന്ന് കുടുംബങ്ങൾ 24നോട് പറഞ്ഞു. വിഷയത്തിൽ ഒരു ചർച്ച പോലും നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും മലയിടം തുരുത്ത് നിവാസികൾ പറഞ്ഞു. പുനരധിവാസത്തിന് തയ്യാറെന്ന് ഉറപ്പ് കിട്ടിയെന്നാണ് നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് വിഷയം എത്രയും വേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ ഉന്നയിക്കുന്നത്. സ്ഥലം നൽകി വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും താമസക്കാർ സമ്മതം അറിയിച്ചെന്നുമായിരുന്നു ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അവർക്ക് സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അവർ ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് പാരിത്തുകാവിലെ കുടുംബങ്ങൾ. പുനരധിവാസവുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാവാമെന്നും കുടുംബങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞത് ഈ സ്ഥലം 19 ഏക്കർ അളന്ന് തിട്ടപ്പെടുത്തുക, പുറമ്പോക്ക് ഭൂമി കണ്ടെത്താൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ സമ്മതിച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് അറിയില്ല. ഞങ്ങൾ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല, അങ്ങോട്ട് സംസാരം ഇതുവരെ വന്നിട്ടുമില്ല. പുനരധിവാസത്തിന് തയ്യാറല്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. 19 ഏക്കർ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തി പുറമ്പോക്ക് കണ്ടെത്തണമെന്നാണ് കുടുംബങ്ങളുടെ നിലപാട്. അതേസമയം പോലീസ് കുടുംബങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സഭയിൽ പറഞ്ഞത്. 24 കൊച്ചി. ലഹരി ശൃംഖലയെ തകർക്കാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. കാരവാനിൽ കയറി പരിശോധന നടത്തില്ലെന്ന് ആരും കരുതേണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. പുട്ട വിമലാദിത്യയാണ് തുഫാൻ പദ്ധതിയുടെ നോഡൽ ഓഫീസർ. ഇത് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാതാപിതാക്കളും മറ്റ് രക്ഷകർത്താക്കളും അധ്യാപകരും പോലീസും എക്സൈസും എൻഫോഴ്സ്മെന്റ് ഏജൻസികളും എല്ലാവരും ചേർന്ന് എടുക്കുന്ന ഒരു ദൗത്യമാണ്, മിഷനാണ്. ഈ മിഷന് 2 വശങ്ങളുണ്ട്. ഒന്ന് എൻഫോഴ്സ്മെന്റാണ്, അത് ചെയ്യേണ്ടത് പോലീസും എക്സൈസുമാണ്. 2 അവയർനെസ് ആണ്, ബോധവൽക്കരണമാണ്. ഇതിന്റെ അപകടത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് മനസ്സിലാക്കിക്കുക. അതിൽ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും NGOകൾക്കും വിവിധ ഏജൻസികൾക്കും എല്ലാവർക്കും പങ്കുണ്ട്. കേരളം ഒറ്റക്കെട്ടായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ഇതൊരു ഉജ്ജ്വലമായ വിജയം, ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഉജ്ജ്വലമായ വിജയമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഇന്ത്യ സഖ്യയോഗം ജൂൺ 8 ഡൽഹിയിൽ. സഖ്യത്തിന്റെ പുനഃക്രമീകരണം പ്രധാന അജണ്ട. പതിനാറാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കേരള നിയമസഭയിൽ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നത് 39 വർഷത്തിന്
LDF നേരിട്ട തോൽവിയിൽ പിണറായി വിജയനെ ക്രൂശിക്കുന്നത് നീതികേടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. CPIM നേതാക്കൾക്കും CPIക്കും യോഗനാഥം എഡിറ്റോറിയലിൽ കടുത്ത വിമർശനം. കസ്റ്റഡി മർദ്ദന ആരോപണം നേരിടുന്ന ഡിവൈഎസ്പി മധു ബാബുവിന് സ്ഥാനക്കയറ്റം. കോട്ടയം അഡീഷണൽ SP നിയമിച്ച് ഉത്തരവിറങ്ങി. സ്ഥാനക്കയറ്റത്തിന് ശുപാർശ നൽകിയത് കഴിഞ്ഞ സർക്കാർ. തൃശൂർ അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ പിടികൂടാനുള്ള ദൌത്യത്തിന് തുടക്കം. ഇന്നലെ രാത്രി മുതൽ ജനവാസ മേഖലയിൽ തുടർന്ന കാട്ടാനക്കൂട്ടത്തെ വനംവകുപ്പ് ശ്രമകരമായി കാടുകയറ്റി. പത്തനംതിട്ട ലാഹയിൽ വീടിന്റെ ഗേറ്റ് തകർത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു. സ്വാഗതം ന്യൂസ് ബ്രേക്സിലേക്ക്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ തിരുവനന്തപുരം കഴക്കൂട്ടം MLA V മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് മിഠായി വിതരണം ചെയ്ത രീതി വിവാദത്തിൽ. തിരുവനന്തപുരത്തെ അംബേദ്കർ മെമ്മോറിയൽ സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ കയ്യിൽ മിഠായി നൽകാതെ മേശപ്പുറത്ത് ഇട്ടുകൊടുത്തതാണ് വിമർശനത്തിന് വഴിവെച്ചത്. V മുരളീധരൻ പരസ്യമായി മാപ്പ് പറയണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. വിവാദത്തിൽ വിശദീകരണവുമായി V മുരളീധരൻ MLA രംഗത്തെത്തി. പരിപാടി തുടങ്ങിയതിനാൽ വേഗം പൂർത്തിയാക്കാനാണ് ആ രീതിയിൽ വിതരണം ചെയ്തതെന്ന് V മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അക്കാര്യത്തിൽ ഒരു ഉറപ്പൊന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, തിയേറ്റർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. അത് അവർ ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഈ ചർച്ചയിൽ അവരെല്ലാവരും നമ്മുടെ മുൻപാകെ വയ്ക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോഴും സിനിമയ്ക്ക് കേരള ഗവൺമെൻറ്റിൽ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഇല്ല. ഇൻഡസ്ട്രി എന്ന് പറയുന്നെങ്കിലും ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഇല്ല. അപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അവർക്ക് പല പ്രയോജനമുണ്ട്, പല കാര്യങ്ങളിലും അവർക്ക് ഇളവുകളുണ്ട്. ഇൻഡസ്ട്രിയിൽ വഴി ലഭിക്കുന്ന ഇളവുകളൊന്നും തന്നെ ഇതിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഇല്ലാത്തതുകൊണ്ട് ഇതിന് കിട്ടുന്നില്ല. അപ്പോൾ ഇതിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകണം എന്നൊരു അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് ചലച്ചിത്ര പ്രവർത്തകരുമായി കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. അതിനുശേഷമാണ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ പ്രതികരണം. ന്യൂസ് ബ്രേക്സ് അടുത്ത വാർത്തയിലേക്ക്. ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം നേടി മലയാളിയായ തഹസിൻ മുഹമ്മദ്. ഖത്തർ ടീമിന് വേണ്ടിയാണ് കണ്ണൂർ സ്വദേശികളുടെ മകനായ തഹസിൻ പന്ത് തട്ടുക. ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ് തഹസിൻ. ചരിത്രത്തിലേക്ക് പന്തു തട്ടാൻ ഒരു മലയാളി. ഫുട്ബോൾ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്ന ആദ്യ മലയാളി എന്ന സുവർണ നേട്ടം ഇനി കണ്ണൂരിൽ വേരുകളുള്ള തഹസിൻ മുഹമ്മദ് ജംഷിദ് എന്ന ഈ 19-കാരന് സ്വന്തം. ഖത്തർ ടീമിനായാണ് തഹസിൻ ബൂട്ടണിയുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻതാരവും ഖത്തറിൽ അക്കൗണ്ടന്റുമായ തലശ്ശേരി സ്വദേശി ജംഷിദിന്റെയും വളപട്ടണം സ്വദേശി ഷൈമയുടെയും രണ്ടാമത്തെ മകനാണ് തഹസിൻ. ജനിച്ചതും വളർന്നതുമെല്ലാം ഖത്തറിൽ. പിതാവിന്റെ ഫുട്ബോൾ ഭ്രമം പകർന്നു കിട്ടിയ തഹസിന് ചെറുപ്രായത്തിൽ തന്നെ പ്രാദേശിക ലീഗുകളിൽ തിളങ്ങാനായതോടെ ഖത്തറിന്റെ അണ്ടർ 16, 17, 19 ദേശീയ ടീമുകളിൽ ഇടം പിടിക്കാനായി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു തഹസിന്റെ അന്താരാഷ്ട്ര ഫുട്ബോളിലെ അരങ്ങേറ്റം. ജൂൺ 14 സ്വിറ്റ്സർലൻഡിനെതിരെയാണ് ഖത്തറിന്റെ ആദ്യ മത്സരം. ഈ മത്സരത്തിൽ തന്നെ കളത്തിലിറങ്ങി ലോകകപ്പ് കളിക്കുന്ന ആദ്യ മലയാളിയായി തഹസിൻ മാറുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോർട്സ് ഡെസ്ക് 24. ന്യൂസ് ബ്രേക്സ് ഇതോടെ പൂർണ്ണമാകുകയാണ്. ഇനി പൊതുജനം കഴുതിയല്ല സർ എന്ന പരിപാടി കാണാം. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം.